ഇവിടെ വരാൻ സാധിച്ചതിന് യേശു ക്രിസ്തുവിനോട് നന്ദി പറഞ്ഞു. ജാക്കറ്റ് പൊട്ടറ്റോടെ ജാക്കറ്റ് മാത്രം മാറ്റി. ബീബി നമ്മള് യുകെയിലെ ഹൈയസ്റ്റ് മൗണ്ടനിലോട്ടാ പോന്നെ. പെട്ടി കളയാമല്ലോ, അവിടെ പെട്ടി കളയുന്നത്. അതെന്താ പെട്ടി കളയുന്നേ? ആ ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വി ആർ ഓഫ് ടു സ്കോട്ട്ലൻഡ്. It's almost 5 now, like 10 to 5, and we need to drop off our pram. ബാക്കിയെല്ലാം പേഴ്സണൽ ലഗേജസ് ആണ്. ലൈക്ക് എന്തോ ഇതിന് പറയുന്നത്, ഒരു ചെറിയ ഹാൻഡ് ക്യാരി കൊണ്ട് നമ്മൾ പോകുന്നത്. EasyJetൻ്റെ ഫ്ലൈറ്റാണ് എടുക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് our pram tagged and we are off to Scotland. നമ്മൾ ബാഗ് ടാഗ് ചെയ്തു. നമുക്ക് ക്യാബിൻ്റെ ഡോറിൽ കൊടുക്കാം. ഗായ്സ്, രാവിലെ എത്ര മണിക്ക് എണീറ്റാണോ? 4 മണിക്ക് ഇവനെ പൊക്കിയതാണ്. രാത്രി ഉറങ്ങിയത് 12:30 കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് എയർപോർട്ട് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈ ചെയ്യുമ്പം നമുക്ക് നേരിട്ട് സെക്യൂരിറ്റി ചെയ്താൽ മതി. പക്ഷെ ഞങ്ങൾക്ക് ഇതിൻ്റെ അപ്പം ഇത് മാത്രം നമ്മൾ ടാഗ് ചെയ്യിക്കാൻ വേണ്ടി ആ ഒരു അവിടോട്ട് പോകേണ്ടി വന്നു. അത് എയർപ്ലെയിൻ വിഷമം അതാ. എന്തോ ലൈറ്റ് ഓഫ് ആക്കിയോ? വെൽക്കം ടു സ്കോട്ട്ലൻഡ്. ഗൈസ്, മുഴുവനും സ്റ്റെപ്പാണ്. എന്തോ ലിഫ്റ്റ് ഇല്ല. അതൊരു മാതിരി ഒരു ടേപ്പ് പരിപാടിയായി പോയി. കുറേ കയറി. ഞങ്ങൾക്ക് എല്ലാവരും മുട്ടിന്ന് ശബ്ദങ്ങൾ എല്ലാം മധ്യവയസ്കരസായം കൊണ്ട് മുട്ടിന് വേദന, കാലിന് വേദന ഒക്കെയാണ്. കൊച്ചു എണ്ണീറ്റ് ഫ്ലൈറ്റിൽ ഉറങ്ങി എന്നോട് ചെറുതായിട്ടൊന്ന് ചെയ്ത് വേദന എടുത്തു. കാരണം ഞങ്ങൾക്കും എടുത്തു. അത് മേ ബി സംതിങ്. നമ്മുടെ പ്രാം വരുന്നത് ബാഗേജിലാണ്. ബാഗേജ് ബെൽറ്റിന് അയ്യോ എന്തോ ഒരു കരച്ചിലായിരുന്നു അവൻ്റെ. പ്രാം പോയപ്പോഴത്തേക്കിന് ഇന്ന് എയർപോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ബിഗ് വൺ. ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് എടാ ഗാറ്റ്വിക്കിന്നല്ലേ വന്നേ. മറ്റന്നാൾ പോകാം ഗാറ്റ്വിക്ക്. ഇവിടുന്ന് ഞങ്ങൾ എടുക്കാൻ പോകുന്നത് ഹൈലാൻഡ് ടൂറാണ്. ഹൈലാൻഡ് ടൂർ. അപ്പം നല്ലൊരു പുള്ളിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ജെറിൻ എന്നാണ് പേര്. പുള്ളിയുടെ ഡീറ്റെയിൽസൊക്കെ ഇൻ കേസ് യു വോണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ഇന്നത്തെ ദിവസം പുള്ളിയാണ് ഞങ്ങളെ കറക്കുന്നത്. എയർപോർട്ട് പിക്കപ്പ് തൊട്ട് ഇന്നത്തെ ഐറ്റിനറി മൊത്തം, ഇന്നത്തെ ടൂർ ഹൈലാൻഡ് ടൂർ ഫുള്ളി കവർ ചെയ്യും. പിന്നെ ഞങ്ങൾ തിരിച്ച് എയർബിഎൻബിയിലോട്ട് കൊണ്ടാക്കും. അപ്പോൾ രാത്രിയിലാണ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്നത് എയർബിഎൻബിയിലോട്ട്. ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പം കാണിച്ചു എന്നേ ഉള്ളൂ. ഓഫ് ലൈസൻസ് സ്റ്റോറാണ്. സബ്വേ ഞാൻ കാണിച്ചല്ലോ. ഞാൻ വെജിറ്റബിളായിട്ട് മേടിച്ചു. കഴിച്ച് കഴിയുമ്പോൾ ആസ് യൂഷ്വൽ ഞാൻ വ്ളോഗ് ചെയ്യുന്നത് ഇത് ഫ്രൈഡ് വെജീസ്. ജാക്കറ്റ് പൊട്ടറ്റോടെ ജാക്കറ്റ് മാത്രം മാറ്റി.
വീഡിയോ ഒന്നും എടുത്തിട്ടല്ലേ കഴിക്കുന്നതെന്ന്. അത് കാണാനാണ് പോണേ ഗൈസ്. കേട്ടോ മിന്റ് അറിഞ്ഞ് കേട്ടോ, ഞാൻ പറഞ്ഞ അധികം തിന്നണ്ടാന്ന്. ഒന്നാമത്തെ 30 വയസ്സ് കഴിഞ്ഞ് ഗൈസ്. ഇവന് പെണ്ണ് ആലോചിക്കുന്നുണ്ട് വിത്ത് PR. അടുത്ത വർഷം PR ആവും. വിഷയൊന്നും വേണ്ട. ആ കാലാവസ്ഥ നല്ല അനുകൂലമാണ്. തണുപ്പില്ല അല്ലേ ഒട്ടും. pretty nice. കുതിര ഇതുകൊണ്ടാണ് കുതിരയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളൂ. അത് ഈ ഫോൾക്കർക്ക് വീല് വേൾഡിൽ ഒറ്റൊരു കണ്ടുപിടുത്തം മാത്രമേ ആയിട്ടുള്ളൂ. കാരണം വീല് താഴേന്ന് ലിഫ്റ്റ് ചെയ്ത് മേലിലേക്ക് എത്തിച്ചിട്ട്, കാരണം ഇത് നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു സംഭവം അവിടെ പോയാൽ കാണാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്ത് ഫോട്ടോയില് ഈ വഴി നേരെ അപ്പ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് വെള്ളം ലിഫ്റ്റ് ചെയ്ത് ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി. വെതർ നല്ല അനുകൂലമാണ് ഇതുവരെ. ബാക്കി നമുക്ക് വീട് കാണാം. Location number 2, the Falkirk Green. ആ ടാങ്കറിൽ വെള്ളമില്ലേ, ആ സാധനം മേലോട്ട് കയറ്റി വിടുന്നത്. കയറ്റി പോകുന്നത് അങ്ങനെയാണോ? അങ്ങനെ എന്തോ ഉണ്ട്. ഉണ്ടല്ലേ. കാരണം ഇത് നേരെ ഇടുമ്പറയിലേക്ക് പോകണം. അപ്പോൾ ഇടുമ്പറയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റും. ഇവിടെ ഒരു സ്റ്റോപ്പായത്. അപ്പോൾ ഇവിടെ താഴേക്ക് അവർ ലിഫ്റ്റ് ചെയ്ത് താഴേക്ക് ആക്കി. ഈ ബോട്ടിൽ ലിഫ്റ്റ് ചെയ്ത് കയറ്റി അത് കൊള്ളാം. അതാ നമ്മൾ ആ ടൈമിലല്ല വന്നത്. ആ വെള്ളം കിടക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടി ഒരു ബോട്ട് അവിടെ നിർത്തി പിന്നെ അത് നേരെ ഇങ്ങനെ കറക്കി ഭയങ്കര സ്ലോയിൽ കറക്കുള്ളൂ. അപ്പോൾ വെള്ളം ഫുള്ളും ഇതിലാക്കി ഇതിനകത്ത് ഇങ്ങനെ കറക്കി അവിടെ നിന്ന് ഞങ്ങളിലേക്ക്. അതുപോലെ തന്നെ ടൈം അല്ലോ ഉണ്ട് ഈ വെള്ളം ഇങ്ങനെ മേപ്പോട്ടാക്കുന്നത്. അത് ഇതിനകത്ത് ടൈമുണ്ട്. സാധാരണ നമുക്ക് കാണാം. ഞങ്ങൾ കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും കാണാൻ പറ്റിയായിരുന്നു. ഈ ബോട്ട് ഉള്ളിൽ കയറി അവരിങ്ങനെ പയ്യെ ലിഫ്റ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഉണ്ട്. ഭയങ്കര സ്ലോ ആയിട്ടാണ് അവർ ചെയ്യണത്. പോയി. താങ്ക് യു സോ മച്ച്. മഴയില്ലാതിട്ടുള്ള മനസ്സായിരുന്നു. ഇത് ഫുൾ മല, നല്ല രസമുള്ളൊരു വ്യൂ ആണ്. കടലും മരയും. നീ ഉദ്ദേശം എന്തോ എനിക്കൊന്ന് കാണിച്ചു തന്നെ. പെട്ടെന്ന് ഉദ്ദേശിക്കുക കേട്ടോ, മഴ നനയുന്നുണ്ട്. ഇവർക്ക് തന്നെ ചെയ്തോ. ഇപ്പോ ആ വൈറ്റ് ബോർഡില്ലേ, ആ വൈറ്റ് ബോർഡിനകത്ത് ഇംഗ്ലീഷിന്റെ മേളിൽ ഒരു ഗ്രീൻ കളറിലെ ഇലകളില്ലേ, ആ ബോർഡിലും കാണാൻ പറ്റും. ഇപ്പോൾ അതാണ് ഇവരുടെ ആക്ച്വൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ടിക്കറ്റ് എടുത്തു. നമുക്ക് 4 മണി വരെ സമയമില്ല. നമ്മൾ ഇപ്പം കേബിൾ കാറെ പോകാൻ വേണ്ടി വന്നേക്കുവാണ്. ജടായുപ്പാറ പോയ സെയിം നമ്മുടെ കേബിൾ കാർ. ബായോ ട്രെയിനിൽ പോകാം. ട്രെയിൻ ബായോ അമ്മയുടെ കൈ പിടിച്ചോ. ഇവിടെ ബായോ വൈപ്പറിട്ട് ഈ ഗ്ലാസ് ഒന്ന് തുടച്ചു.
മണ്ടയ്ക്ക് തുറന്നു വെച്ചോ ബീബി. നമ്മള് യുകെയിലെ ഹൈയസ്റ്റ് മൗണ്ടനിലോട്ടാ പോകുന്നത്. യെസ് വിച്ച് ഈസ് എന്തോ നെവിസ്, ബെൻ നെവിസ്. ബേബി ഇങ്ങോട്ട് നോക്ക്. കരിമിളിയുടെ കളവാണി കറക്കുന്തല്ല കണ്ടപ്പോ ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ മടിയിരിക്കുന്നത്. നമ്മള് മേളിൽ പോവാനോ? വൈപ്പർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു അല്ലേ? ഞങ്ങള് ജഡായിപ്പാറ പോയപ്പോളെ ജഡായിപ്പാറ പോയപ്പോൾ ഇതുപോലെ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. മേളിൽ ചെന്നൊരു കാപ്പി കുടിച്ചു. ഓ എന്നാ ടേസ്റ്റ് ആയിരുന്നു. കേബിൾ കാറാണ് നമ്മൾ കൊണ്ടുവന്നത്. അറൗണ്ട് 15 minutes എടുക്കും കേബിൾ കാറിൽ. ഇതിനൊന്നും ഒരു പേടിയില്ലായിരുന്നു. ഇങ്ങനെ പോകും This is the highest bar in the UK. ഏറ്റവും ടോപ്പിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബാറാണ്. ഇത് വൺ ആൻഡ് ഓൺലി മൗണ്ടൻ ടോപ്പിൽ നമ്മൾ കയറിയേക്കുന്നത്. സബിൻ, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ എക്സ്പീരിയൻസ്? ഇവിടെ സാധിച്ചതിന് യേശു ക്രിസ്തുവിനോട് നന്ദി പറഞ്ഞു. അല്ല, വളരെ നല്ല സ്ഥലമാണ്. നമ്മൾ ഇവിടെ എത്താൻ പറ്റിയില്ലായിരുന്നു. നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് പിന്നെ മിസ്സായിട്ടായി. ഇത് കേബിൾ കാറേ വരുന്നതിന് 28 point something ആണ് ടിക്കറ്റ്. നമ്മൾ കേബിൾ കാർ എടുത്ത് ഇതിന് സെയിം ഈ ടോപ്പിൽ എത്താൻ വേണ്ടി നമുക്കൊരു പുഷ് ചെയർ, ഞാൻ എന്നെ കാണിച്ചില്ല, ഒരു ചെയർ സംതിങ് ഉണ്ട് ഓപ്പണായിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ അന്ന് ഇപ്പോൾ വെതർ അനുകൂലമുള്ള പ്ലസ് നമുക്ക് കൊച്ചുണ്ടെങ്കിൽ കൊണ്ട് ഞങ്ങൾ കേബിൾ കാറാണ് എടുത്തത്. അതിന് 28 pound something. ഞങ്ങൾ 3 പേർ കൂടെ 86 ആയി. പിന്നെ എന്തുവാ വേർത്തായിരുന്നു. ഞാൻ പറഞ്ഞത് വ്യൂ സൂപ്പറാണ്. പ്ലസ് നമ്മൾ ഒത്തിരി ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഇരുന്നുകൊണ്ടാണ് ഒരു കാപ്പി കുടിക്കാൻ പോകുന്നത്. കാപ്പി മേടിക്കാൻ എഡിൻ സാം എബ്രഹാം വെയിറ്റിംഗ്. ഒരു ഹോട്ട് ചോക്ലേറ്റ് ആണ് പറഞ്ഞത് രണ്ടുപേരും. ഞാനൊരു വനീല ലാറ്റയാണ് പറഞ്ഞത്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലേ? ഹയസ്റ്റ് മൗണ്ടൻ. ഇപ്പൊ നമ്മൾ മഴയായിപ്പോയി. UK അവിടുത്തെ കഫേ ആയിരുന്നു ഹയസ്റ്റ് കഫേ. ഊള കഫേ ആയിരുന്നു. എനിവേ എന്റെ ലാറ്റെ കൊള്ളായിരുന്നു. ബീബി പിടിച്ചൊക്കെ നിന്നോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും നിങ്ങൾക്ക്, ബിക്കോസ് മഴയാണ്. നല്ല ചെറു ഫോക്കസ് ചെയ്ത് നോക്കട്ടെ. അച്ഛന് ഹയസ്റ്റ് പീക്കിൽ ഇരുന്നോണ്ട് പ്രവാസിയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. റെസ്റ്റോറന്റ് ഒക്കെ പണിത് ഇതുപോലെ കേബിൾ കാർ ഇന്ന് പാല് കൊണ്ടുപോകുന്ന ആരവിടെ കേബിൾ കാർ ഇട്ടിട്ടായിരിക്കും റെസ്റ്റോറന്റ് പണിത്. എത്ര നേരം എടുക്കുമായിരിക്കും ഈ സാധനം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ എത്ര നേരം എടുക്കും സിമെന്റും കല്ലും അങ്ങ് എത്താൻ? വേറെ എന്തെങ്കിലും കാണും, എന്തെങ്കിലും കാണും. വേറെ എയർ ഡ്രോപ്പ് ചെയ്യുമായിരിക്കും ഇപ്പൊ. ഇതാരാ? ആരാ? ടാപ്റ്റിയോ? ഞങ്ങൾ ഹൈക്കൊക്കെ ചെയ്തിട്ട് വന്നേക്കുവാണ് ഐസിൽ. ഞങ്ങൾ പോവാണ് ബിസി പ്രവാസി മീറ്റിങ്ങിൽ. അപ്പോൾ ഒരു ഞങ്ങൾ വണ്ടി നമ്മുടെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മഴയാണ്, ബട്ട് സ്റ്റിൽ ഭയങ്കര തണുപ്പൊന്നുമില്ല. അതുകൊണ്ട് ഇറ്റ്സ് നൈസ്. നമ്മൾ അത്ര വലിയ സീനില്ല. നമ്മളെ കൊണ്ടുവന്ന ആൾ വണ്ടി തന്നെ വെയിറ്റ് ചെയ്യാം. ബിക്കോസ് നമുക്ക് നമ്മൾ ടിക്കറ്റ് ഉണ്ട് 28.75 ആണ് തോന്നുന്നു ടിക്കറ്റിൻ്റെ പ്രൈസ്. അപ്പം ദേഴ്സ് നോ പോയിന്റ്. നമ്മളെ കാണിക്കാൻ വരുന്ന ആൾ എപ്പോഴും വരണമെന്ന് കാര്യമൊന്നുമില്ല. അപ്പോൾ പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ടേക്ക് അവേ ചെയ്തേ ഉള്ളൂ. എനിക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് 3 hours ഡ്രൈവാണ്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് നല്ല ഏതെങ്കിലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കഴിക്കാവുന്നു. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു നമ്മൾ, ബോംബെ ബൈസൈക്കിൾ ക്ലബ്. പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. ലാസ്റ്റ് വീഡിയോയിലാണ് ഞാൻ എൻ്റെ ഈ ഒരു സംഭവം കണ്ടത്. ഇതൊരു പിമ്പിൾ അല്ല ഗൈസ്, ഓണാണ്.
ഇതൊരു പിമ്പിൾ അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് എന്തോ സംതിങ് ഹാപ്പൻ, എന്തോ ഭയങ്കര കട്ടിക്കിരിക്കുന്ന എന്തോ ഒരു സീനാണ്. ഇന്നലെ വന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ സ്കോട്ട്ലൻഡിൽ പോകുമ്പോൾ വൃത്തിക്കിരിക്കണമെന്ന് ഇല്ല, അതുകൊണ്ട് പിന്നെ ഇത് വന്നു. സോ പ്ലീസ് ഇഗ്നോർ. എനിക്കറിയാം എന്നെ കാണുമ്പോൾ ഏറ്റവും ആദ്യം എടുത്ത് കാണുന്ന ഇതായിരിക്കും, പക്ഷേ പിമ്പിളല്ല, ഇതെന്തോ ഭയങ്കര പെയിൻഫുൾ ഒരു സാധനമാണ്. ഇതിൻ്റെ ഇവിടെ എല്ലാം എനിക്ക് കട്ടിക്കിരിക്കുകയാണ് ഭയങ്കര. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എന്തെങ്കിലും അലർജി ആണെന്ന് ഇവരൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും അലർജി ആയിരിക്കും, എന്തെങ്കിലും കടിച്ചതായിരിക്കും, പക്ഷേ എന്തോന്ന് ഇതുവരെ അറിയില്ല. പക്ഷേ ഭയങ്കര പെയിൻഫുള്ളാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും തേച്ചില്ല എൻ്റെ മേലിൽ, അതുകൊണ്ട് പിന്നെ ഞാൻ മേക്കപ്പും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് ഇതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ കാണാൻ വന്നതല്ലേ സ്ഥലം കണ്ടിട്ട് നമുക്ക് പോകും. അയ്യോ, നീ ഇനി എങ്ങനെ ഇറങ്ങാൻ അതിന്ന് ഇറങ്ങാൻ പറ്റില്ല. അവിടെ കിടന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ. വെള്ളത്തിൽ നടക്കുക. സ്ലോലി. ഞങ്ങൾ പോയത് കൊണ്ട് അവിടെ മണ്ടയ്ക്കാണ്. കേബിൾ കാർ കാണിക്കാം. കേബിൾ കാർ പോകുന്ന കണ്ടോ ഗൈസ്? ഞങ്ങളതിലാണ്. നമ്മുടെ വണ്ടിയുടെ ആള് വന്നിട്ടുണ്ട്. നമുക്ക് പോകാൻ വണ്ടി അതുകൊണ്ട് അവിടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. കാണിക്കാം, ഒന്ന് പാൻ ചെയ്ത് കാണിക്കൂ ഗൈസ്. ടോക്കിയോ കാണാൻ വേണ്ടി പോകുന്നതാണ്. ഇതിപ്പോ ഈ സൈഡ് വ്യൂ അല്ലേ, ഇതിൽ ടോക്കിയോ ഉണ്ട്. ട്രെയിൻ വന്നാൽ കാണാൻ പറ്റുന്ന വ്യൂ ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ വരില്ല, മാർച്ച് തൊട്ട് ഒക്ടോബർ. അപ്പൊ നമുക്ക് ഈ വഴി കയറാൻ പറ്റും. അല്ല, ട്രെയിനെ കയറാൻ പറ്റുമോ? ട്രെയിനിൽ കയറാൻ ടിക്കറ്റ് എടുത്താൽ മതി. അപ്പം അതാണ് ഈ ബ്രിഡ്ജിൽ കൂടാണ്. നിങ്ങൾ ഹാരി പോട്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ നമുക്കറിയാം ഇതൊരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് സ്കോട്ട്ലൻഡിലെ. അപ്പം രാവിലെ ഞാൻ പറഞ്ഞു കാലാവസ്ഥ അനുകൂലമാണ്. പക്ഷേ അനുകൂലം എന്നൊക്കെ പറയാം, തണുപ്പില്ല, പക്ഷേ അത്യാവശ്യം നല്ല മഴ. അപ്പം നമുക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇങ്ങനെ ജാക്കറ്റ് ഇല്ലാണ്ട് പറ്റത്തില്ല. പ്ലസ് നല്ല വ്യൂ അല്ലേ ഇവിടുത്തെ, അല്ലേ? നല്ല ഭംഗിയായിട്ടുള്ളൊരു വ്യൂ ആണ്. മലയാണ് കൂടുതൽ, നല്ല സീനിക് ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലമാണ്. സജിൻ മഴയത്ത് നിന്നുകൊണ്ടാണ്, സജിനല്ലല്ലോ സബിൻ മഴയത്ത് നിന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടി ക്യാമറ പിടിച്ചേക്കുന്നത്. പിന്നെ നമ്മളെ ഇവിടെ എല്ലാം കൊണ്ടുവന്നത് അജയ് ആണ്. 16:9 ആണ്. ഇങ്ങനെ വെക്കണം, നീ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടോ? ഹലോ, ഇയാളെല്ലാ വീഡിയോയിലും അവിടെ സ്റ്റിൽ പെരുന്നാൾ ഡിസ്കഷൻ, അത് പെരുന്നാൾ മീറ്റിംഗ് വെച്ച് ഇവരെല്ലാം ബോർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കോട്ട്ലൻഡിൽ വരുക. പ്ലസ് ഈ ഏരിയാസൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളി അവരവരുടെ കാറിൽ കൊണ്ടുപോകും. ചൈൽഡ് സീറ്റും കാര്യങ്ങളും എല്ലാം അവരിലുണ്ട്. അപ്പം ഞാൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ വേറെ എന്നാ, ഇനി ഇവിടുന്ന് ഞങ്ങളൊരു വാട്ടർഫോൾ കാണാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പം സൺസെറ്റ് ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾ കാണാൻ പറ്റത്തില്ല. പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം. അത് ഡിന്നറിന് പോകുന്നതായിരിക്കും മെയിൻ നമ്മുടെ അടുത്ത അജണ്ട. ബിക്കോസ് ഞങ്ങൾ ഇതിലൊന്നും കഴിച്ചിട്ടില്ല. ലാസ്റ്റ് കുടിച്ചത് ആ കോഫിയാണ്, ഞങ്ങൾ കണ്ടായിരുന്നു. അത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വാട്ടർഫോളിൽ ആ വഴിയാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. ചിലപ്പം നമുക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. അത് ഞാൻ കാണിച്ചു തരാം. ബാക്കി വിശേഷം വേറെ ഒന്നുമില്ല. ഇതൊക്കെ തന്നെ നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. തണുപ്പില്ലാത്തത് കൊണ്ട് ഒരു രസമുണ്ടല്ലോ. രസമുണ്ടെന്ന് പറയുന്ന ആൾ ഇവിടെ തണുപ്പിച്ചിരിക്കുവാണ്. മൂവി കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല മൂവിയിലുണ്ടോ ഇല്ലയോന്ന്. ഇതെല്ലാം കോയിൻസ് ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫൈനൽ വ്യൂ. വിറ്റുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ബോയിൽഡ് റൈസ് വന്നു. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ചിന്തിച്ച്, ഞാൻ ബോയിൽഡ് റൈസ് പറഞ്ഞില്ലല്ലോ, ജസ്റ്റ് ഞാൻ ചിന്തിച്ചു ബോയിൽഡ് റൈസ് ഞാൻ പറയാം ഇൻ കേസ് കൊച്ചു ചോദിക്കുവാണെങ്കിൽ. ബോയിൽഡ് റൈസ് കൊണ്ട് വെച്ച്
പിന്നെ ഞാൻ വെച്ചു ഒന്നും പറയണ്ട ഇനിയും. അപ്പം അച്ഛനും പറഞ്ഞു കൊണ്ടുവന്നല്ലേ പറയണ്ടെന്ന്. അത് കഴിയുമ്പോൾ ഞാൻ എടുത്ത് ഇവന് കൊടുത്തു. അപ്പോഴത്തേക്ക് നാളെ വന്നിട്ട് പറഞ്ഞു ഓ സോറി ബോയിൽഡ് റൈസ് ഈ ടേബിളിലല്ലായിരുന്നു. എനിവേ അങ്ങനെ ഒരു പറ്റി. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഫുഡ് വരാൻ ബാക്കിയാണ്. ചീസ് നാൻ, ബട്ടർ നാൻ, പനീർ ബട്ടർ മസാല, പനീർ ബട്ടർ പനീർ, സോറി നൈസ്. ആ ബേബിയുടെ പനീർ ബേബി കഴിക്കുന്നു. പനീർ ബട്ടർ പനീർ അതുപോലെയാണ്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ അത് ട്രൈ ചെയ്യാം. Hi guys, nice house. ഇത് കുഞ്ഞൊരു bedroom. ഇവിടെ സെറ്റായി. ഇവിടെ TV. ഈ അപ്പച്ചൻ തന്നെത്താൻ TV ഓണാക്കി. ഞാൻ ആദ്യം എന്തോ റിമോട്ട് കണ്ടുപിടിച്ച് ഓണാക്കിയതാണ്. കിച്ചൺ ടൂർ. അവൻ എന്താണ് ആ TV ഒന്ന് മാറ്റി കൊടുത്തേ. അവൻ എന്താണ്ടൊക്കെ എടുത്ത് കാണുന്നു. ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ട്. ചെറിയൊരു 2 bed. Nicely done. Nicely done. Nice bathroom. The next day. നമ്മുടെ കിച്ചണിൽ നിന്നപ്പോൾ മഴയാണ്. പക്ഷെ മഴ മാറി നമ്മൾ ഇറങ്ങാൻ നേരം അടുത്ത കാറ്റാണ്. മികച്ച രീതിയിൽ ടിക്കറ്റ് ഫെയർ കണ്ടുപിടിച്ച സബിനോടുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളു. ഞങ്ങൾ ഡേ ടിക്കറ്റ് നോക്കാൻ പോയതാണ്. ബസ് ഒഴിച്ച് ബാക്കി ഏത് ബസ് യൂസ് ചെയ്തു? ലൈക്ക് ലണ്ടനിലെ നമ്മുടെ ട്രാവൽ കാർഡ് പോലെ തന്നെ ഇവിടെ trip.com-ൽ ഞങ്ങൾ നോക്കിയപ്പം ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചത് ഒന്ന് പിടിക്കാമോ പിന്നെ നോക്കിയപ്പം ഒരു 2 പൗണ്ട് ഡിസ്കൗണ്ടിന് നമുക്ക് ബസ് ഉൾപ്പെടെയുള്ള കിട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പം സമയം ഒത്തിരി പോയായിരുന്നു. പ്ലസ് എനിക്കൊരു കാപ്പി വേണമായിരുന്നു. അതുകൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വ്ലോഗ് ചെയ്തില്ല. ബേബിക്ക് ടിക്കറ്റ് ഉണ്ടോ? എന്ത് ബേബി ടിക്കറ്റ്? ബേബിയുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വന്നില്ലേ? അങ്കിൾ വന്നായിരുന്നു ചെക്ക് ചെയ്യാൻ. നമ്മളിന്ന് ഓൾറെഡി 2 hours ലേറ്റ് ആണ്. സ്തോത്രം. നമ്മൾ 8 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനിരുന്നത്. കൂർഗയുടെ ആകുമ്പോ അങ്ങനെ 2 hours ലേറ്റാ. അപ്പൊ ഞാൻ 2 സ്ഥലം നിങ്ങളുടെ ഇതിൽ നിന്ന് കട്ട് ചെയ്യും. അതെന്റെ സൗകര്യം. ലാസ്റ്റ് ഒരുങ്ങിയതാരാടാ? ലാസ്റ്റിൽ ഒരുങ്ങിയതാരാ? ലാസ്റ്റ് റെഡി ആയതാരാ? ആരാ റെഡിയായ? അവൻ ഫസ്റ്റ്, ഞാൻ സെക്കൻഡ്. അല്ല ഞാൻ എഴുന്നേറ്റായിരുന്നു. ഞാൻ 7 മണിയായപ്പോ എഴുന്നേറ്റപ്പോഴേ കാര്യമല്ലോ. ഞാൻ 7 മണിയായപ്പോ എഴുന്നേറ്റ് ഇവൻ ബാത്റൂമിൽ പാട്ടൊക്കെ വെച്ച് തകർത്ത് കുളിച്ചോടാ രാവിലെ? തകർത്ത് പാട്ടൊക്കെ വെച്ചിരിക്കുവായിരുന്നു. നമ്മളിവിടെ നേരെ ഗ്ലാസ്കോ ചെല്ലുന്നു. നമ്മളൊരു 11 o'clock ചെല്ലും. 11 o'clock നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് ChatGPT പറയുന്നേ ഒന്നുമില്ല. നമ്മൾ നേരെ ചെല്ലുമ്പോ ജോർജ് സ്ട്രീറ്റ്, ബക്കിംഗ്ഹാം സ്ട്രീറ്റ്, അത് പോകുന്നതിനനുസരിച്ച് പറഞ്ഞാൽ പോലെ 11 മണിയാകുമ്പോൾ ചെല്ലുന്ന കാണിക്കും. അത് കഴിഞ്ഞ് നമ്മളൊരു മാക്സിമം 5 to 6 സ്ഥലം കണ്ടിട്ട് നമ്മള് തിരിച്ച്. ഇതാണ് ഗ്ലാസ്ഗോ സെൻട്രൽ സ്റ്റേഷൻ. അല്ല, ഗ്ലാസ്ഗോ ക്വീൻ സ്ട്രീറ്റ് സ്റ്റേഷൻ. ഒരു 53 minutes ട്രെയിൻ റൈഡ് ആയിരുന്നു. എത്തിയിരുന്നത്. സൺ ഇസ് ഔട്ട്. നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാതെ. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ജോർജ് സ്ക്വയർ ആയിരുന്നു. അതാണ് ജോർജ് സ്ക്വയർ. പക്ഷേ അത് ക്ലോസ്ഡ് ആണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടുന്ന് നമ്മൾ നേരെ പിടിക്കുന്നത് ബുച്ച്ഹെൻ സ്ട്രീറ്റ് എന്നാണ് തോന്നുന്നു പറയുന്നത്. അങ്ങോട്ടാണ് പോകുന്നത്. അതും വാക്കിംഗ് ആണ്. ഷോപ്പേഴ്സിനൊക്കെ പറ്റിയതാണ്. ആഴ്ച റിച്വൽസ് ഇതാണ് ബുച്ച്ഹെൻ സ്ട്രീറ്റ്. Kilometers later.
ടൈം ടു ബ്രീഡ്. ഒറിജിനലാ. വെടിവെച്ചാണോ? അതെന്താ? അവിടെ എഴുതിയിട്ടുണ്ട് ഇതിനെ വെടിവെച്ച് കൊന്നെയാണ് ഗൈസ്. നമ്മുടെ ഇന്ത്യയിലെ ആന കെൽവിൻ എന്നാണ് പേര്. ഒരെണ്ണത്തിൻ്റെ പേര് കെൽവിനും ഒരെണ്ണത്തിൻ്റെ പേര് സർ റോജോ. അവർ ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. ഏഷ്യൻ പക്ഷേ ഈ ബ്രീഡ്സ് ഇവിടെയൊക്കെ കാണാനേ ഉള്ളൂ. ഇവർ ഇവിടുത്തെ ആണെന്ന്. സൗത്ത് ഇന്ത്യയിലെയാണ് റോജർ. എയർപ്ലെയിൻ അതേതാ LE198 ജുറാ. ഞങ്ങൾ കൊച്ചിനെ തട്ടി ഉണർത്തി കേട്ടോ ഗൈസ്. അതൊരു ക്രൂരമായ കാര്യമായിരുന്നു. പക്ഷേ ഞാനിവനെ ഓണത്തി ബിക്കോസ് അവൻ ഇത് എല്ലാം കാണണം. ഞങ്ങളിപ്പോൾ ഇനി രണ്ടാമത് ഇവിടോട്ട് വരത്തില്ലല്ലോ. അപ്പം ഇതൊക്കെ ഇവൻ കാണണം. ഇവനെ കാക്ക പൂച്ച അവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നെയാണ്. മങ്കി ഇഹാം ബേബി അതാരാ നോക്കിക്കേ, മറിക്ക് അത് നോക്കിക്കേ. അതാരാ? ടൈഗർ. ആരാ അത്? ആരാ? മാമു. എങ്ങനെയാ ചെയ്യുന്നത് മാമു? അതെയോ ടൈഗർ ആണോ? വേണ്ട ഡിയർ. പൂച്ചയാണോ? കാക്കയല്ല അത്. അതെന്തുവാ? അതൊക്കെ ബേബി പേരൊക്കെ അമ്മയോട് ചോദിക്കില്ല കേട്ടോ. അമ്മയ്ക്ക് ഈ സിമ്പിൾ മങ്കി ഡോങ്കി അതൊക്കെ പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. കാട്ടുപോത്തും അതൊന്നും പറയാനേ അറിയത്തില്ല. നടന്നോ പൂച്ചയാണോ? ആഹാ അത് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. മണ്ടയ്ക്ക് ഉണ്ട് തന്നെ പറന്നെടുക്കുന്നു മീമി. ഇങ്ങനെയാണ് ഇതിനകത്ത് കുത്തി നിറച്ചേക്കുന്നത്. എനിക്കൊന്ന് ഇവരുടെ സ്കിൻ മാത്രം എടുത്തിട്ട് ഭാഗത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കോ. നല്ല സ്ഥലം. നമ്മളിനി നേരെ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ കാണുന്നത്. സൺഡേയാ. നമ്മൾ ജസ്റ്റ് പുറത്തു നിന്ന് കണ്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കുന്നു. പിന്നെ നമ്മൾ കത്തീഡ്രൽ കാണുന്നു. പിന്നെ റിവർ സൈഡ് എന്തോ സംതിങ് അത് കാണുന്നു. മ്യൂസിയം ആണേ കാണണ്ടേ? റിവർ സൈഡ് മ്യൂസിയം പ്ലസ് എനിക്ക് ബോട്ടിംഗ് സംതിങ് ഉണ്ട്. അങ്ങനെ വല്ലതും ഉണ്ട് ഇപ്പം. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. കുക്കു പോണ്ടേ? സബീന ഗ്ലാസ്ഗോയിൽ നിന്നാ മതി. ഞങ്ങൾ നേരെ നടക്കുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോട്ട്. ഓക്സ്ഫോർഡ് അല്ലല്ലോ, യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിലോട്ട്. കാണുന്ന ഇടയ്ക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടുത്തെ 3 minutes walk-ആണ്. അപ്പോൾ അതിനൊന്ന് പോവാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയുടെ ഒരു എൻട്രൻസ് ആയിരിക്കും ഇത്. ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്. നാഷണൽ മ്യൂസിയം അവിടെ ആയിരുന്നു. നാഷണൽ അല്ലല്ലോ, എന്തോ കെൽവിൻ ഗ്രോവ് മ്യൂസിയം. ഗ്ലാസ്ഗോ കത്തീഡ്രൽ. പണി നടക്കുവാണ് മണ്ടയ്ക്ക്. സ്കാഫോൾഡിങ് ഇട്ടിട്ട് ദൂരെ കാണുന്നതാണ് സെമിത്തേരി എന്ന് പറയുന്നത്. ഇതും കുറേ ഇതൊക്കെ തന്നെയാണ് സെമിത്തേരി എന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞതാണ്. ഇത് കുറേ എനിക്കൊന്ന് ടൂറാന്ന് തോന്നുന്നു, സെമിട്രീസ് ആണെന്ന് തോന്നുന്നു. അതാണ് കത്തീഡ്രലിൻ്റെ എൻട്രൻസ്. ഇത് എന്തോ സംതിങ് ലൈക്ക് 3:15-ish ക്ലോസ് ആവും. വി ആർ ലൈക്ക് ക്ലോസ് ടു 3 now. എന്തോ ലോവർ ചർച്ച് ക്ലോസസ് 3:30. ഓക്കെ. വാട്ട് ആൻഡ് ആർക്കിടെക്ചർ. ഗ്ലാസ്ഗോ കത്തീഡ്രൽ. നമ്മൾ ആദ്യം ലോവർ ചർച്ചിലോട്ട് പോവാണ്. ബിക്കോസ് ലോവർ ചർച്ച് അടയ്ക്കുമെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു പറഞ്ഞ് എടുത്തന്നേ ഉള്ളൂ. നമ്മുടെ ഐ റിമെമ്പർ മണർകാട് ഇതുണ്ടല്ലോ. ഇങ്ങനെ ഒരു സംഭവമില്ലേ മണർകാട് പള്ളിയിൽ? അനക്കല്ലേ അവിടെ നടക്കണം. അപ്പോൾ ഞങ്ങൾ പ്രാം മേളിൽ വെച്ചിട്ട് പറഞ്ഞു. ഇത് ലോവർ പാർട്ട് ഓഫ് ദി ചേർച്ചാണ്. വെരി പ്രിറ്റി. എനിക്കതിൻ്റെ ഭംഗി അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവില്ല.
ഇനിയും താഴോട്ടുണ്ടോ? ഇല്ല, ഇനിയും താഴോട്ടില്ല. ഇത് തന്നെ. അവരെന്ത് മേളിൽ കയറിയോ? മണ്ടവശം കാണാമോ ഗൈസ്? എന്തോ അത് അവിടെ എല്ലാവരും പോയി കാണുന്നു. ഓ, എന്തെങ്കിലും വിഷയം ചെയ്യില്ല. എല്ലാം മഞ്ഞാണ്. ഈ താഴത്തെ നിലയാണ്. ഈ താഴത്തെ നില ഇപ്പോൾ അടയ്ക്കും കുറച്ച് കഴിയുമ്പോൾ. ഇതിനകത്ത് ആരെങ്കിലും പെട്ടുപോയാൽ എന്ത് ചെയ്യുന്നേ? അടയ്ക്കുന്നതിന് മുന്നേ ഇതിനകത്തിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ആരെങ്കിലും പാത്തിരുന്നാ എന്ത്? നമ്മൾ അവിടെ നിന്ന് കണ്ട് സെമിത്തേരി ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഞങ്ങൾ നടന്നു വരുവാണ്. അങ്ങോട്ട് പോവാം. കത്തീഡ്രൽ മ്യൂസിയം എന്ത് ചെയ്യുന്ന എനിക്ക് ഡയറക്ഷനൊന്നും അറിയത്തില്ല, ഡയറക്ഷനൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ കത്തീഡ്രൽ ഇതാണ്. അതിൻ്റെ ഫ്രണ്ടിലത്തെ മ്യൂസിയം ഐ തിങ്ക് സംവെയർ അറൗണ്ട് ദേർ ആയിരിക്കും മ്യൂസിയം. അവിടെ നമുക്ക് കിട്ടിയ വ്യൂ ആയിരുന്നു ഈ സെമിട്രിയുടെ. എന്തോ ഒരു വലിയ ഏൻഷ്യൻ്റ് സെമിട്രി. ഞാൻ പേരൊക്കെ പോപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഇഷ്ടം പോലെ മണ്ട വരെ ആ സെമിത്തേരി. താഴെയൊക്കെ ഇത് തന്നെ അതൊന്നും എല്ലാവരുടെയും ടൂമ്പൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. A few minutes later. അവിടെ ഒരാൾ വായിക്കുന്നത്. ഞങ്ങൾ തിരിച്ച് ശരവണ ഭവനിൽ പോകണേ. അതിൻ്റെ സെയിം കളർ തീമിലുള്ള സീറ്റ്. വെരി നൈസ് ആംബിയൻസ് ആക്ച്വലി. കണ്ട ശരവണ ഭവൻ വൺ ഓഫ് ദ ബെസ്റ്റ്. എടുക്കാനോ? എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഇങ്ങനെയാണ് ഞങ്ങൾ കഴിക്കുമോ കഴിക്കാതിരിക്കുമോ? റവ ദോശ, ചില്ലി പൊറോട്ട. ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നതാണ്? എന്നെ കലക്കുന്ന കണ്ടോ? അവന് മധുരം കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ പ്യുവർ ഓറഞ്ച് ജ്യൂസ് കിട്ടി ഇവിടെ. അപ്പം കുടിക്കുക സാറ്. എന്നിട്ട് കലക്കും. ഓരോ പ്രാവശ്യം കുടിച്ചിട്ട് നോക്കണേ. കലക്കും. അങ്ങനെ ഡേ 2 ഓവർ. ഗ്ലാസ്ഗോ ട്രിപ്പ് ഒക്കെ ആയിരുന്നു. അങ്ങനെ കാലാവസ്ഥ വൈസ് വി വർ ഗുഡ്. പക്ഷെ ഇടയ്ക്ക് എന്നാ മഴയാ പെയ്തെന്നോ എൻ്റെ അമ്മോ. നാനഞ്ഞ് കുളിച്ച്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കുറവാണ് ഗ്ലാസ്ഗോ ഐ ഗെസ്. ഞങ്ങൾ നോക്കിയ ലൊക്കാലിറ്റിയിലൊക്കെ രാവിലെ ഒക്കെ നല്ല ക്ലൈമറ്റും കാര്യങ്ങളുമായിരുന്നു. കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എഡിൻബറോ എത്തി തിരിച്ച് റൂമിൽ പോവാണ്. നാളെ ഡേ 3. ഇന്നൂടെ ഉള്ളു TV, നാളെ തൊട്ട് കാക്ക കരഞ്ഞില്ലേ എന്നുള്ളത് ഇതിനകത്ത് വരുന്നില്ല. ചോറൊന്നും കേട്ടോ. The next day. Day 3 എഡിൻബറോ. നമ്മൾ കാസലിൽ പോകണം. കാസലിൽ ഞങ്ങൾ എൻ്റർ ചെയ്യുന്നില്ല ബിക്കോസ് 2 hours. മാത്രമല്ല എല്ലാരും പറയുന്നത് കേറണ്ടാണ്. ടാക്സി ഡ്രൈവറും പറഞ്ഞ് കേറണ്ട. ഇപ്പൊ ഞങ്ങൾ കാസലിൽ കയറാൻ റബ്ബിഷാണ്.
അങ്ങനെ പറയാൻ പറ്റത്തില്ല, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ അവരൊന്ന് അങ്ങനെ ഐ തിങ്ക് ഹിസ്റ്ററി ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഓക്കെ, നമുക്ക് പിന്നെ അത്ര ഇഷ്ടമല്ല. ഇവിടുന്ന് തന്നെ ഫ്ലൈ ചെയ്യുവാണ് നേരെ. അപ്പം ഞങ്ങൾ നേരെ ലഗേജൊക്കെ ആയിട്ടാണ് വന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു സ്കോട്ട്ലൻഡ്. വൈഡ് ആണ്, വൈഡ് ഇട്ട് കാണിച്ചാൽ നോക്കും കണ്ടോ, ശ്രീ സിറ്റിയുടെ ഒരു ഡേ ടോർ ടിക്കറ്റ്സ്. Sun is out today. പക്ഷെ തണുപ്പാണ് നല്ല. ഹായ് എഡിൻബർഗ് കാസിൽ. ഓ ഇവിടെ കരഞ്ഞ് കൂവി നിൽക്കുക, ബിക്കോസ് അവന് നടക്കണം. പ്രാമേന്ന് ഞങ്ങൾ മാറ്റി, അപ്പം ഓക്കെ എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പം അവന് നടക്കണം. വാവ് പ്രിറ്റി. കാസിലിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ താഴെ വരുന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ ഇതൊക്കെ അട്രാക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ കയറുന്നില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ബേബിയൊക്കെ ഇറങ്ങി. നല്ല കാറ്റാണ്. അതാണ് സ്കോട്ട് മോണുമെന്റ്. താഴോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. നാഷണൽ ഗാലറി, കഫേ, ഷോപ്സ്, ഇവന്റ്സ്. കയറാം നമുക്ക്. സ്കോട്ടിൻ്റെ അവിടെ പോയിട്ട് വന്നിട്ട് സ്കോട്ട് മോണുമെന്റ്. ഭയങ്കര വർക്കാണ് കേട്ടോ അല്ലേ. നാഷണൽ ഗാലറി കയറുവാണ് ഞങ്ങൾ. മഴ പെയ്യുന്നു, അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇപ്പം there's nothing major left to explore. പ്രാം കയറ്റണോ നോക്കണോ? എന്തുവാ, വിക്ടോറിയ സ്ട്രീറ്റ് കണ്ടു, കാസിൽ കണ്ടു, ഒപ്റ്റിക്കൽ ഇല്യൂഷൻസിൻ്റെ ആ സ്ഥലം കണ്ടു, റോയൽ മൈൽ കണ്ടു. ഞങ്ങൾ സ്കോട്ട് പ്രിൻസസ് സ്ട്രീറ്റ് കണ്ടു, സ്കോട്ട് മോണ്യുമെൻറ്റ് കണ്ടു. ഇപ്പോൾ നാഷണൽ ഗാലറിയിലോട്ട് നമ്മൾ കയറുവാണ്. കുറച്ച് നേരം ഇവിടെ റിലാക്സ് ചെയ്തിട്ട് നോക്കാം ഇപ്പോൾ ഇനി അകത്തുനിന്ന് എന്തോ കാണാനുള്ളത്. ഇതാണ് നാഷണൽ ഗാലറിയുടെ എൻട്രൻസ്. പെയിൻറ്റിങ്സും കാര്യങ്ങളും. പ്രിൻസസ് സ്ട്രീറ്റ് ആണ്. ചുമ്മാ ഇങ്ങനെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രാം പോകുന്നു ഇവിടുന്ന്. എല്ലാവരും ഇന്ന് ചെക്കൗട്ടാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും ബാഗുമായിട്ടാണ് നടക്കുന്നത്. ഫ്രൈഡേ വന്നിട്ട് മൺഡേ പോകുന്ന ആൾക്കാരായിരിക്കും. പിന്നെ സാറ്റർഡേ വന്നിട്ട് സാറ്റർഡേ ടു മൺഡേ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഭയങ്കര ചീപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾക്കും. ഞങ്ങളിപ്പം മെക്ഡിയോ എന്തെങ്കിലും നോർമൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. മെക്ഡി ഫിക്സ് സ്റ്റോപ്പ് ചീസ്. A few moments later. റോയൽ ബൊട്ടാണിക് ഗാർഡൻ എഡിൻബർഗ്. ബസ് എടുത്താണ് നമ്മൾ വന്നത്. ഫ്രീ എൻട്രി ആണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി എൻജോയ് ചെയ്യാൻ പറ്റിയ. ഇപ്പം മഴ പൊടിയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ കൊച്ചുറങ്ങിയേക്കും. അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലം നോക്കട്ടെ, ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കാം. വി ഹാവ് എ ലോട്ട് ഓഫ് ടൈം ടു കിൽ. അതുകൊണ്ട് നമുക്ക് ഒരു റഷും ഇല്ല. നമ്മൾ ഓൾറെഡി ബസ് എടുത്തു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. ടാപ്പ് പിൻ ചെയ്താൽ മതി. നമ്മൾ ക്യാബ് മാക്സിമം ക്യാബ് 5 point something ആണ്. അപ്പോൾ അത് ഡേ ടിക്കറ്റിനേലും ചീപ്പാണ് ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. അപ്പം കരിഞ്ഞിരിക്കുന്ന ഗാർഡനാണ്. അപ്പോൾ ഗാർഡനിൽ നമ്മൾ പ്രവേശിച്ചിട്ടില്ല. അതിൻ്റെ എൻട്രൻസിൻ്റെ അതിന് മരമൊക്കെ തന്നെയാണ്. പക്ഷേ കരിഞ്ഞു പോയി ബിക്കോസ് ഓഫ് ദ വെതർ ഐ ഗെസ്. ഇനി 2 മാസം എടുക്കും പോകാനായി. ഇതെല്ലാം മരണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഗ്ലാസ്ഗോയിലെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയില്ലെന്നുള്ളൊരു വിഷമം അതും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇവനെ കവർ ഇടുന്നതെന്ന് വെച്ചാൽ മിനി വാട്ടർഫോൾ.
ഇല്ല ആ ഇത് കണ്ടപ്പോൾ ഞാൻ നല്ല സെറ്റ് ചെയ്തേക്ക് ഞാൻ തോന്നുന്നു. ഞങ്ങൾ ബൊട്ടാനിക് ഗാർഡനിൽ നിന്ന് ബസ് എടുത്തു വിക്ടോറിയ സ്ട്രീറ്റിലോട്ടുള്ള. ഇതാണ് നമ്മുടെ ഫേമസ് ദി എലിഫൻറ്റ് ഹൗസ്. ഹാരി പോട്ടർ അപ്പാരൻ്റ്ലി അവർ എഴുതിയത് ഇവിടെ വെച്ചാണ്. ഈ ഒരു നമ്മൾ ഇവിടുത്തെ ഫേമസ് ആണ് സ്കോട്ടിഷ് ബട്ടർ ടാബ്ലറ്റ്. ഭയങ്കര മധുരമാണ്, പക്ഷെ സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വനില ഫഡ്ജും ഫ്രിഡ്ജ് മാഗ്നറ്റും എടുത്തു. ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു വേണം, രണ്ടാമത് കയറി വന്നു. ഇവിടെ ഷോർട്ട് ബ്രെഡ്സ് ഇവിടുത്തെ ഫേമസ് ആണ്, പക്ഷേ നമുക്ക് കൊണ്ടുപോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് എടുത്തിട്ടില്ല. സാധനമല്ല നമ്മൾ പാക്ക് ചെയ്തിട്ട് അവിടുത്തെ വീഡിയോ എടുത്തില്ല. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ ഫഡ്ജ് നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ സ്കോട്ടിഷ് ഫഡ്ജ് ബട്ടർ ഫഡ്ജ് ട്രൈ ചെയ്യണം. ബട്ടർ ഫഡ്ജ് ടാബ്ലറ്റ്സ് Meanwhile, ഇതാണ് സെൻറ്റ് ഗിൽസ് കത്തീഡ്രൽ. നമ്മൾ ഇന്നലെ പോയ ഗ്ലാസ്ഗോ കത്തീഡ്രലിൻ്റെ സെയിം സീലിംഗ് പോലെ എനിക്ക് തോന്നിക്കുന്നു. ലൈക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നുന്നു. നമ്മൾ ജസ്റ്റ് നമുക്ക് ഇഷ്ടം പോലെ സമയമാണ് ടു കിൽ. ഐ മീൻ നമ്മൾ ഇവിടെ ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടില്ലേ, ഫസ്റ്റ് ഡേ ഹൈലാൻഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഗ്ലാസ്ഗോ ചെയ്തു. ഇനി നമ്മൾ ചുമ്മാ സിറ്റി ടൂർ എടുക്കുന്നത് ചെക്കൗട്ട് ചെയ്തിട്ട്. പക്ഷേ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടെന്നേ. ആക്ച്വലി രാവിലെ വേണമെങ്കിലും തിരിച്ച് പോകുമായിരുന്നു. ബട്ട് എനിവേ ഓഫ് എടുത്തു. അതുകൊണ്ട് നമ്മൾ കാണേണ്ട സ്ഥലമെല്ലാം അങ്ങനെ കാണുക, ലൈക്ക് ഉള്ള സ്ഥലങ്ങളൊക്കെ കാണുക. അത് നല്ലൊരു കാര്യം. നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ടൂർ ചെയ്യാം. ഇനി ഇവിടുന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡ്. അത് ഇവിടുന്ന് 4 minutes വോക്കേ ഉള്ളൂ. 7ish ആണ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി വരുന്നത്. അപ്പം അതുവരെ നമുക്ക് സമയമുണ്ട്. നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡ് പോയായിരുന്നു. അയ്യോ ട്രെയിൻ കൊച്ചുറക്കമാണ്. അയ്യോ ഇത് കൊള്ളായിരുന്നു. കൊച്ചിൻ്റെ ഹരമായ സ്ഥലമായിരുന്നു, പക്ഷേ ഉറക്കമാണ്. ഇത് പക്ഷേ മറ്റൊരുത്തന്നെ കണ്ടിച്ചൂടെ സൂപ്പർ അല്ലേ? കൊള്ളാം കേട്ടോ. ഇവിടെ എനിക്ക് മറ്റ് മ്യൂസിയങ്ങളെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടു. സയൻസ് ബേസ്ഡ് കാര്യങ്ങളാണ്, അപ്പം ഫിസിക്സ് ബേസ്ഡ്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. ക്വിക്ക് കോഫി ബ്രേക്ക്. എന്തോ ഇത് സബിൻ്റെ ആണെന്ന് തോന്നേ. ചോക്ലേറ്റ് ഇത് നിന്റെ ഈ കുട്ടകം ഫാനാണല്ലോ. എന്തുവാ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സൈസ്. ഇത് ടു ബിഗ്. ഇത് രണ്ടും കൂടെ ഉള്ളത് അതിനാണ് മേടിച്ചത്. ഞാൻ പറഞ്ഞായിരുന്നു ഒരെണ്ണം മതിയോ നമുക്ക് ഷെയർ ചെയ്യാം. വേൾഡ് കപ്പ് എന്തുവാ ഇത്? എന്നെ വിളിച്ചു. later that same evening. ഹലോ. അപ്പം നമ്മുടെ സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഷോർട്ട് ബ്രെഡ് ഒന്നും മേടിച്ചിരുന്നു. ബിക്കോസ് ഷോർട്ട് ബ്രെഡ് അല്ലേ മേടിച്ചത്, നമ്മൾ മറ്റേ സാധനം മേടിച്ചത്. ഷോർട്ട് ബ്രെഡ് എടുക്കുക. ഇത് എന്താ ഡ്യൂട്ടി ഫ്രീന്ന് മേടിക്കുന്ന പ്രശ്നമില്ല, അത് വേറെ കൂട്ടത്തില്ല. അപ്പോൾ എനിക്കിത് പുറത്ത് നമ്മൾ മേടിച്ചാൽ ഈ പ്രൈസ് ആയിരുന്നു. ഇവിടെ ആകുമ്പോൾ അൺലൈക്ക് ഇന്ത്യ നമുക്ക് എയർപോർട്ടിൽ അങ്ങനെ ഒത്തിരി ഹൈ പ്രൈസസ് അല്ല ഇവിടെ. ഇവിടെയും ഫഡ്ജ് ഉണ്ടായിരുന്നു, മിസ്സസ് ടിലീസിൻ്റെ ഉണ്ടായിരുന്നു ടാബ്ലറ്റ്. അത് 2 650 അങ്ങനെ ഇരിക്കുന്നത്. ഇത് അവിടുത്തെ സ്കോട്ടിഷ് ബട്ടർ ടാബ്ലറ്റ് എന്ന് പറയുന്നതിന് ഇവിടെ ഉണ്ട്. കുറേ ഫഡ്ജ് ഉണ്ട്, ഒറിജിനലും പിന്നെ അതിനകത്ത് ലിക്കർ ഫ്ലേവേർഡും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കിട്ടും. അപ്പം ഇവിടുന്ന് മേടിച്ചാലും നഷ്ടമൊന്നുമില്ല. ലൈക്ക് നിങ്ങൾക്ക് വിചാരിക്കുമോ എയർപോർട്ടിൽ ഭയങ്കര പൈസയാണെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. നമ്മുടെ ഇവിടുത്തെ എയർപോർട്ട്സിൽ എല്ലാം ഒരുപാടെന്നോ പ്രൈസി അല്ല. ബേബി കൊടുക്കുന്നില്ല, ബില്ല് ചെയ്യാൻ കൊടുക്കുന്നില്ല. നമ്മളിത് മേടിച്ചിട്ടുണ്ട് ഫഡ്ജ് ടാബ്ലറ്റ്സ്. ബൈ പറ ആൻറ്റിക്ക്. ബൈ ആൻറ്റിക്ക് ബൈ പറഞ്ഞേ. അവൻ പിടിച്ചോണ്ട് പോവാണ്.
Very good evening, everyone. Captain here. Warm welcome on board. This is Jet Service down to London Gatwick. My name is Simon Harrison. We've been flight deck looking after me, Senior First Officer Daniel Morris. Keep smiling and stay Paperwork's blessed. done, checks are done, doors are closed. We should be able to get underway very shortly. No air traffic control restrictions.